ഡെസേർട്ട് ക്യാമ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റിലും അതുപോലെ എല്ലാ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസും ഒക്കെ ഉൾപ്പെടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് സമ്മർ ഓഫേഴ്സിൽ നമുക്ക് കിട്ടാറുള്ളത്. അതുപോലെ ഈ ജൂൺ മാസത്തിൽ നമ്മൾ ഈ ഒരു ഈദ് ഹോളിഡേ സമയത്ത് പോയിരുന്ന ഒരു സ്റ്റേക്കേഷനാണ് പരിചയപ്പെടാൻ പോകുന്നത്. അത്യാവശ്യം നല്ല റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവരുടെ സമ്മർ ഓഫേഴ്സ് സെപ്റ്റംബർ 2025 വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റാസൽ കൈമയിലുള്ള ബെഡൂയിൻ ഒയാസിസ് ക്യാമ്പിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഒരു 15 മിനിറ്റ്സോളം നമ്മൾ ഡെസേർട്ടിൽ ഡ്രൈവ് ചെയ്തിട്ടാണ് അവിടെ എത്തേണ്ടത്. ഡെസേർട്ടിലാണെങ്കിലും നോർമൽ റോഡ് തന്നെയാണ്, സെഡാൻ കാറുകളിൽ തന്നെ നമുക്ക് അങ്ങറ്റം വരെയും പോകാൻ പറ്റുന്നതാണ്. പിന്നെ 4 വീൽ ഡ്രൈവ് ഒക്കെ ചെയ്ത് പരിചയമുള്ളവരുണ്ടെങ്കിൽ ഡെസേർട്ടിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 4x4 പോകുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്ക് കുറച്ച് ദൂരം ടാറില്ലാത്ത റോഡ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ മണലല്ലാത്തതുകൊണ്ട് തന്നെ നോർമൽ സെഡാൻ കാറുകൾക്കൊന്നും ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. വൈകുന്നേരം 4 മണിയാണ് ചെക്ക് ഇൻ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം 10 മണിയാണ് ചെക്ക് ഔട്ട് ടൈം. നമ്മളൊരു 4:30 ആയിട്ടാണ് അവിടെ എത്തിയിരുന്നെങ്കിലും ആ ഒരു സമയത്ത് നമുക്ക് ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സൂര്യനൊന്ന് അസ്തമിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവിടുത്തെ ആ ഒരു ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെയും ഒക്കെ നല്ലൊരു ക്ലൈമറ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. 6 മണിയോടുകൂടി തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കണ്ടിന്യൂസ് ഓരോരോ പ്രോഗ്രാംസ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാമ്പിൻ്റെ പേര് വരുന്നത് ബെഡൂയിൻ ഒയാസിസ് എന്നാണ്. ഇവരുടെ ഇപ്പോഴത്തെ ഓഫർ എന്ന് പറയുന്നത് 40% ഡിസ്കൗണ്ട് ആണ്. ഡബിൾ റൂമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 400 ദിർഹംസ് മുതലാണ്. നമ്മൾ 2 അഡൽട്ട്സ് 2 കിഡ്സിന് വേണ്ടിയിട്ട് 650 റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 250 നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഓൺലൈനായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു. ബാലൻസ് പേ ചെയ്ത് കീ കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് റൂമിലേക്ക് പോകാനുള്ളത്. ഓൾറെഡി നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു പാക്കേജിനോടൊപ്പം അത്യാവശ്യം ആക്ടിവിറ്റീസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അത് കൂടാണ്ട് നമുക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസ് വേണമെങ്കിൽ ഈ കോട്ട് ബൈക്കൊക്കെ ഉണ്ട് ഇവിടെ. അത് നമുക്ക് വേണമെങ്കിൽ അവർലി ബേസിസ് നമുക്ക് റെന്റിന് എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് ഡെസേർട്ട് ഡ്രൈവിന് പോകാവുന്നതാണ്. എൻട്രൻസിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ 2 സൈഡിലായിട്ട് 2 ടൈപ്പ് റൂമുകളാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബെല്ലി ഡാൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു ആക്ടിവിറ്റീസിൻ്റെ ഏരിയ വരുന്നത്. അതിനും അപ്പുറത്തായിട്ടാണ് സ്വിമ്മിംഗ് പൂളും ബാക്കിയുള്ള റൂമുകളും വരുന്നത്. അവിടെയാണ് നമ്മുടെ റൂം വരുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കി വരാം. ക്യാമൽ റൈഡ് നമ്മുടെ പാക്കേജിനോടൊപ്പം ഉൾപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് ചെയ്യാം. 6 മണി മുതലാണ് ഒട്ടുമിക്ക ആക്ടിവിറ്റീസും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ക്യാമൽ റൈഡ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഗ്രാമുകളൊന്നും മിസ്സാവാണ്ട് എല്ലാം കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ഇപ്പോൾ 2 അഡൽറ്റ് 2 കിഡ്സ് അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 650 ആണ്. അപ്പോൾ 2 അഡൽറ്റ് മാത്രമൊക്കെ ആണെങ്കിൽ 400 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ റൂമിലെ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ടീപ്പോയും 2 ചെയറും ഉണ്ട്. പിന്നെ ഈ ഒരു ഡബിൾ ബെഡ് ഉണ്ട്. പിന്നെ ഒരു അഡീഷണൽ സിംഗിൾ ബെഡ് ഉണ്ട്. ഇതിനോടൊപ്പം നമുക്ക് എക്സ്ട്രാ ബെഡ് വേണമെങ്കിലും നമ്മളത് സെപ്പറേറ്റ് ബുക്ക് ചെയ്യണം. അതിന് അഡീഷണൽ ചാർജ് ഉണ്ടായിരിക്കും. പിന്നെ മിനി ഫ്രിഡ്ജ്, കെറ്റിൽ, കാര്യങ്ങൾ, ചായ ഇടാനുള്ള സംഭവങ്ങൾ, സോപ്പ്, ഇങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് വാഷ്റൂം വരുന്നത്. ഒക്കെ ഒരു ഉടൻ കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ടെൻറ്റ് സ്റ്റൈല് തന്നെയാണ് മൊത്തത്തിലുള്ളത്. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പം ഇതേ ടൈപ്പ് റൂം തന്നെ കുറച്ചധികം ഉണ്ട്. അപ്പം നമ്മളൊരു 3 ഫാമിലീസ് അടുത്തടുത്തുള്ള 3 റൂമുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു റൂമുകളുടെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. സ്വിമ്മിംഗ് പൂൾ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും, അതായത് ഒരു 5 മണിക്കൊക്കെ തന്നെ അവിടെ ഓപ്പൺ ആയിരുന്നു. 7 മണി വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് ശേഷം ഓപ്പണൊക്കെ തന്നെയായിരുന്നു. പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിപ്പം 6 മണി മുതൽ സ്നാക്ക് ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ ക്യാമൽ സഫാരിയൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് അതൊക്കെ ചെയ്തിട്ട് സ്നാക്ക് ടൈമിന് നമുക്ക് ഇവിടെ ഈ ഒരു ആക്ടിവിറ്റീസ് നടക്കുന്ന ഭാഗത്താണ് അതൊക്കെ ഉള്ളത്. അവിടേക്ക് പോവാം. സംഭവം രസമൊക്കെ ഉണ്ട്. പക്ഷെ ചൂട് ഇച്ചിരി പ്രശ്നമാണ്. ഒരു 6-6:30 കഴിഞ്ഞല്ലേ ഒരു എന്റർടൈൻമെന്റ് മോഡിലെത്തുള്ളൂ. അപ്പം നമ്മൾ വന്ന് റൂമിലൊന്ന് സെറ്റിലായ ഉടനെ തന്നെ ഈ ഒരു ക്യാമൽ റൈഡിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും നന്നായിട്ട് ഉണ്ടായുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ 6 മണി മുതൽ സ്നാക്ക് ടൈം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ബെല്ലി ഡാൻസ്, തനൂര ഡാൻസ്, പിന്നെ അതുപോലെ ഫയർ ഡാൻസ് ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് 1 hour ഡിന്നർ ടൈം, ബൊഫെ ഡിന്നർ ആയിരുന്നു. അതിനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും കണ്ടിന്യൂസ് പിന്നീട് അങ്ങോട്ട് പ്രോഗ്രാംസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡറിൽ അങ്ങോട്ട് ഓരോന്നോരോന്ന് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എല്ലാം ഒന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സാൻഡ് ബോർഡിംഗ് ഉണ്ട്. അവിടെ നമുക്ക് മുകളിൽ പോയിട്ട് ഇങ്ങനെ താഴോട്ട് സാൻഡ് ബോർഡിംഗ് ചെയ്യാം. അത് പിന്നെ പിറ്റേ ദിവസം രാവിലെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പിറ്റേ ദിവസം രാവിലെ 10 മണിക്കാണ് ചെക്കൗട്ട് ഉണ്ടായിരുന്നത്. ക്യാമൽ റൈഡ് അധിക ദൂരത്തേക്കൊന്നും ഇല്ലെങ്കിലും നമ്മളിങ്ങനെ ഒരു റൗണ്ട് പോയി വരുമ്പോഴത്തേക്കും അത് കുറച്ച് പതുക്കെ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് സ്നാക്സ് ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ സ്നാക്സ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഓരോ റൂമിലുള്ളവർക്ക് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ് അനുസരിച്ചിട്ട് തന്നെ സെപ്പറേറ്റ് സീറ്റിംഗ് കാര്യങ്ങളൊക്കെ അവർ പ്രോപ്പറായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മളിങ്ങനെ സീറ്റ് തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ തന്നെ നമുക്ക് അതാത് ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള സീറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നാക്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സൺസെറ്റ് കാണാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സാൻഡ് ബോർഡിംഗ് നടത്തുന്ന ആ ഒരു ഏരിയയിൽ നിന്നിട്ടാണ് സൺസെറ്റ് കാണേണ്ടത്. അപ്പം കൂട്ടത്തിൽ സാൻഡ് ബോർഡിംഗ് ചെയ്യാവുന്നവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അല്ലാത്തവർക്ക് വേണമെങ്കിൽ സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മളും പതുക്കെ മുകളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു.
ഇപ്പം സ്നാക്സ് കൗണ്ടർ കൂടാണ്ട് തന്നെ ഒരു ടീ കൗണ്ടർ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പം സുവനീറൊക്കെ മേടിക്കണം എന്നുള്ളവർക്ക് അതിന് വേണ്ടിയിട്ടും ഒരു ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബാറാണ്. ഇവിടെ നിന്നാണ് നമുക്കിപ്പം ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് അൺലിമിറ്റഡ് വാട്ടറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാമായിരുന്നു. ഈ സാൻഡിലൂടെ കയറി മുകളിലേക്ക് എത്തുന്ന അത്ര എളുപ്പമുള്ള പരിപാടി അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പകുതി ആൾക്കാർ ഈ സാൻഡിലൂടെയും ബാക്കിയുള്ളവർ അതിൻ്റെ സൈഡിലൂടെ തന്നെ വേറെ വഴിയുണ്ട്, അതുവഴി മുകളിലേക്ക് പോകാം സൺസെറ്റ് കാണുന്ന ഭാഗത്തേക്ക്. അങ്ങനെ അതുവഴിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സാൻഡ് ഡ്യൂൺസിൻ്റെ മുകളിൽ നിന്നുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ സൺസെറ്റും ഒക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് താഴെ എത്തുമ്പോഴത്തേക്കും ബെല്ലി ഡാൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഈ പ്രോഗ്രാമുകളുടെ ടൈമൊക്കെ നറിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം സെയിം ടൈമിൽ തന്നെ തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല, കുറച്ച് ആൾക്കാരൊക്കെ ആ സമയത്ത് സ്വിമ്മിംഗ് പൂളിലായിട്ട് ഈ പ്രോഗ്രാമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബെല്ലി ഡാൻസ് കഴിഞ്ഞുകൊണ്ട് തന്നെ തന്നൂറ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡാൻസൊക്കെ തുടങ്ങുമ്പോഴത്തേക്കായിരുന്നു ഒരു എല്ലാ റൂമിലേക്കുള്ള ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ബെല്ലി ഡാൻസിലാണെങ്കിലും ഈ ഡാൻസിലാണെങ്കിലും ഒക്കെ ഓഡിയൻസിനെയൊക്കെ വിളിച്ച് കൂട്ടത്തിൽ നിർത്തിയിട്ടൊക്കെ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പ്രോഗ്രാംസ് ഒക്കെ തന്നെ ആയിരുന്നു. തന്നൂറ ഡാൻസ് കഴിയുമ്പോഴത്തേക്കും ഡിന്നർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൊഫെ ഡിന്നറായിരുന്നു. അതോടൊപ്പം തന്നെ ബാർബിക്യൂ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ല ഫുഡൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും നമുക്ക് ഈ ഒരു ട്രിപ്പിൽ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ ഈ ഒരു ഫയർ ഡാൻസ് തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ചെറിയ രീതിയിലുള്ള ഫയർ ഡാൻസ് ഒക്കെ ഈ ഡെസേർട്ട് സഫാരിക്കൊക്കെ പോകുമ്പോൾ കാണാറുള്ളത്. അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ളത് തന്നെ ആയിരുന്നു.
ആയപ്പോഴത്തേക്ക് പ്രോഗ്രാംസ് ഒക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സൺറൈസും കാണാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വെളുപ്പിന് 5 മണിക്ക് തന്നെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു 4:30 ആയപ്പോഴേക്ക് തന്നെ നല്ല പ്രകാശമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയിൽ ഫീൽ ചെയ്തിരുന്ന ചൂടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. രാത്രിയിലെ ആക്ടിവിറ്റീസ് ഒക്കെ നടന്നിരുന്ന ഭാഗത്ത് തന്നെ രാവിലെ ടീക്കും കോഫിക്കും ഉള്ള കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും സൂര്യൻ അങ്ങോട്ട് ഉദിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു സാൻഡ് ബോർഡിംഗ് ഒക്കെ ചെയ്തിരുന്ന സ്ഥലത്ത് പോയിട്ട് സൺറൈസ് കാണാമെന്നാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു കോഫിയൊക്കെ കുടിച്ചു. ഞങ്ങൾ മാത്രമേ എണീറ്റുള്ളൂ തോന്നുന്നു, ബാക്കി ആരും എണീറ്റില്ല. നമ്മൾ സൺറൈസ് കാണാൻ എണീറ്റതാണ്. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ നമ്മൾ ഈ ഒരു സാൻഡ് ഡ്യൂൺസിന്റെ മുകളിലേക്ക് വലിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പം വില്ലയിൽ 1-2 പ്രാവശ്യം പാമ്പിനെയൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും നമ്മൾ മണലിൽ എന്ത് മാർക്ക് കണ്ടാലും പാമ്പാണോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ ഇങ്ങനെ എന്ത് ജീവികൾ പോയാലും അതിൻ്റെയൊക്കെ മാർക്ക് ഇങ്ങനെ മണലിൽ കിടക്കുന്നുണ്ട് അവിടെ അവിടെ ആയിട്ട്. ശരിക്കും നമ്മൾ പിന്നീട് നോക്കുമ്പോൾ ഇങ്ങനെ ഉറുമ്പ് പോകുന്നിടത്ത് വരെ ഇങ്ങനത്തെ പാർക്കുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മഴയിലെത്തി കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് സൺറൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാൻഡിലൂടെ ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണെങ്കിലും അതിൻ്റെ മുകളിൽ പോയിട്ട് ആ ഒരു സൺറൈസ് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. മേളിലെത്തി കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് സൂര്യനൊന്ന് ഉദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം ഇങ്ങനെ മേഘം മൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് ഉദിച്ചു വരുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ രാവിലെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നല്ല രസമുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിച്ചിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് സൂര്യോദയമൊക്കെ കണ്ടിട്ട് തന്നെ നമ്മൾ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് നമുക്ക് പരിപാടിയൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അത്യാവശ്യം എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഡ്രൈവ് ചെയ്യാൻ പരിചയമുള്ള ആളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെസേർട്ട് ഡ്രൈവ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാക്സിമം ഇങ്ങനെ ഒരു ഡ്രൈവൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം പരിചയമുള്ളവരുമായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് തന്നെയായിരിക്കും സേഫ്. പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഡെസേർട്ട് ഡ്രൈവ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പോകാവുന്നതാണ്. അല്ലെങ്കിൽ കോഡ് ബൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മോർണിംഗിൽ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റൂമുകളാണ് 400 സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ റൈറ്റ് സൈഡിലുള്ളത് പ്രീമിയം റൂംസ് ആണ്. അത് 700-800 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് നേച്ചർ വ്യൂ എന്ന് പറയുന്ന ആ ഒരു സ്വിമ്മിംഗ് പൂളിനോട് ചേർന്നിട്ടുള്ള ആ ഒരു റൂമുകളായിരുന്നു. അപ്പോൾ ഡെസേർട്ട് ഡ്രൈവിന് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർഷൽ റെഡിയായി നിൽപ്പോട്ട് നമ്മളിങ്ങനെ 2 കാറുകളിലായിട്ടാണ് പോകുന്നത്. നമ്മുടെ മാർഷലിന് ആവേശം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാറൊക്കെ ഇങ്ങനെ മണലുമേ പറത്താറുണ്ട്. അതുകൊണ്ട് നമ്മൾ അധികം പറക്കാൻ ആഗ്രഹമില്ലാത്തവരൊക്കെ ഈ ഒരു വണ്ടിയിലും പറക്കാൻ ആഗ്രഹമുള്ളവർ മുന്നേ ആ വണ്ടിയിലുമാണ് പോകുന്നത്. സ്റ്റേക്കേഷനോടൊപ്പം തന്നെ നമുക്കൊരു ഡെസേർട്ട് സഫാരിയും കൂടി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാഷിൽ ഈ ഒരു ക്യാമൽ കൂട്ടത്തെ കണ്ടപ്പോൾ മാത്രമാണ് ഒന്ന് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അവിടെയും കുറച്ച് സമയമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുവാണ് ഉണ്ടായിരുന്നത്. ഇവരൊക്കെ മനുഷ്യന്മാരെ ആദ്യമായിട്ട് കാണണേ. അടുത്താള് വന്നു പൊട്ടിച്ചിട്ട് വാ. അങ്ങനെ ക്യാമൽസിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് കുറച്ച് മാനുകളെയൊക്കെ കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നിർത്തിയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് നമ്മൾ ക്യാമ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പതുക്കെ അവിടെ നിന്ന് യാത്ര തിരിക്കാനുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളി തന്നെയായിരുന്നു. മൊത്തത്തിൽ ഞങ്ങൾക്ക് ഈ ട്രിപ്പ് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു സ്റ്റേക്കേഷനൊക്കെ അതിൻ്റെ എക്സ്ട്രീമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയത് എന്തായാലും വിൻ്റർ തന്നെയായിരിക്കും. പക്ഷേ ഒരു ബഡ്ജറ്റഡ് ആയിട്ടുള്ള ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇപ്പം നമ്മളൊരു 650 എടുത്തിരിക്കുന്ന റൂമൊക്കെ വിൻ്റർ ടൈമിൽ ആകുമ്പോഴത്തേക്ക് 1100 ആ ഒരു റേഞ്ചൊക്കെ ആയിരിക്കും. പിന്നെ എന്തായാലും ആ ഒരു സീസണും അപ്പോഴത്തെ ഡിമാൻഡും ഒക്കെ അനുസരിച്ച് മിക്കവാറും കൂടാനേ ചാൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ബെസ്റ്റ് ഓഫറായിട്ട് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുതിയ യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.